ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിംഗ് ഈസ് ബോറിംഗ്. ഒരു ജോബ് പോലെ അല്ല, കരിയർ പോലെ അല്ല ട്രേഡിംഗ്. ഇത് ഒട്ടും എക്സൈറ്റിംഗ് അല്ലാത്തൊരു സംഭവമാണ്. എക്സൈറ്റിംഗ് ആണ് ഒരു ഫേസിൽ, അതായത് നമ്മളൊരു തുടക്ക ടൈമിലൊക്കെ നമുക്ക് നല്ല എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അതായത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണുമ്പോൾ ഉള്ള അപ്സ് ആൻഡ് ഡൗൺസ് കാര്യങ്ങളൊക്കെ നല്ലൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. പക്ഷേ ഓവർ ദ ടൈം നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് അങ്ങ് പോകും. അതായത് ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ സ്റ്റോക്കിലൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു 2000 പ്രോഫിറ്റ് ഒക്കെ അടിച്ചാൽ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. അറ്റ് ദ സെയിം ടൈം 50 രൂപ 100 രൂപ പോയി കഴിഞ്ഞാൽ ഭയങ്കര സാഡുമാണ്. ആ ഒരു ഫേസ് ചെയ്യുന്നത് ഇപ്പം നമുക്കൊരു $5000 സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമ്മൾ കല്ല് പോലെ നിൽക്കും. $50,000 പ്രോഫിറ്റ് കിട്ടിയാലും അവിടെയും വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. കാരണം ആ ഒരു ഫേസ് കഴിയും. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇവിടെ ഇങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും കാണത്തില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു ഫേസ് കഴിഞ്ഞാലെന്നാണ് കേട്ടോ പറയുന്നത്. അതായത് നിങ്ങൾ കുറച്ച് മാസ്റ്റർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് സെറ്റപ്പ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കാണത്തില്ല. അപ്പം ഇപ്പോൾ എൻ്റെ സ്റ്റോറീസ് കാണുന്ന ടൈമിൽ പലപ്പോഴും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ട്രേഡ്സ് എല്ലാം കഴിയുന്നു. അത് കഴിഞ്ഞുള്ള ഡേ എന്ത് ചെയ്യും? 24 മണിക്കൂറുണ്ട് നമുക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്കൊന്നുമില്ല ചെയ്യാൻ. അപ്പോൾ ഞാൻ എപ്പോഴും അതുകൊണ്ടാണ് പറയുന്നത്, അതായത് ട്രേഡിംഗ് എന്നത് നിങ്ങളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ അല്ല. അതായത് അതിൽ നല്ലൊരു ലിവിങ് ഉണ്ടാക്കണ്ട. അത് ജസ്റ്റ് എപ്പോഴും ഒരു സൈഡ് ഇൻകം ആണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ഒരു ജോബോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്സോ, അതായത് ഒരു ഇൻകം ഫ്ലോ കൂടെ ഉള്ള ഒരാൾക്കാണ് ട്രേഡിങ്ങിനെ പെർഫെക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് അതിൽ നിന്ന് മാത്രം ക്യാഷ് ഉണ്ടാക്കാമെന്ന് കാണാതെ അതിനൊരു മൾട്ടിപ്പിൾ ഇൻകം സോഴ്സിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അതർ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടെ അടിപൊളിയായിട്ട് ചെയ്യാനും അല്ലെങ്കിൽ കോൺഫിഡൻസ് കിട്ടാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിംഗ് ഈസ് ബോറിംഗ്, റിയലി ബോറിംഗ്. അതായത് ഒരു ഫേസ് കഴിയുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്നാവും. കാരണം ആ പരിപാടി കഴിഞ്ഞു വേറെ ഒന്നും ഇല്ല എന്നൊരവസ്ഥയാവും. അപ്പോൾ അത് വരരുതെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കണം. ഓക്കെ.